ഗുരുദേവ് പറഞ്ഞിട്ടാണ് ഈ മർമ്മ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പം എങ്ങനെയാണ് അത് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്? ശ്രീ മർമ്മ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? വളരെ ആദ്യം മുതലേ മർമ്മ ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഞാനും മണികണ്ഠ സാറും, പിന്നെ അന്ന് വേറെ ആരും ഇല്ല ഇവിടെ. നമ്മൾ കുറച്ച് പേരെ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആക്ച്വലി ഒത്തിരി പേര് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചിലരത് സ്വീകരിച്ചതങ്ങ് ചെയ്യും, ചിലര് ചെയ്യില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തെറാപ്പിസ്റ്റിനെയും ഡോക്ടേഴ്സിനെയും പഠിപ്പിച്ചു. ഡോക്ടേഴ്സ് പലരും ചെയ്യില്ല, കാരണം ഒരു ക്ലിനീഷ്യൻ ആകുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള സമയം. പക്ഷെ തെറാപ്പിസ്റ്റ് അത് ചെയ്തു തുടങ്ങുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പുറത്ത് പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പുറത്ത് രാജ്യങ്ങളിലെല്ലാം പഠിപ്പിച്ചത്. ഒരുപാട് രാജ്യങ്ങളിൽ അത് തുടർച്ചയായിട്ട് അത് ചെയ്തു പോകുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഇപ്പോൾ ഗുരുജി യൂറോപ്പിൽ വന്നപ്പോൾ നമ്മൾക്ക് ജർമ്മൻ ആശ്രമത്തിൽ പോളണ്ട് ആശ്രമത്തിൽ നമ്മൾ ഒത്തിരി യുക്രൈനിയൻ റെഫ്യൂജീസിനെ ഉണ്ട് അവിടെ. അപ്പോൾ അവർ കുറച്ച് പേര് നാഡീപരീക്ഷയ്ക്കൊക്കെ വന്നിരുന്നു. അപ്പോൾ അവർക്ക് ട്രോമ മാറാൻ ഏറ്റവും എളുപ്പം മർമ്മയാണ്. അപ്പം ഞാൻ മർമ്മ എഴുതി മർമ്മ ചെയ്യാൻ പറഞ്ഞു അവിടുത്തെ പ്രാക്ടീഷണേഴ്സിനോട്. അത് കഴിഞ്ഞ് ഗുരുജി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നതിന് ശേഷമാണ് ഗുരുജി വിസിറ്റ് ചെയ്തപ്പോൾ ഗുരുജി പറഞ്ഞു ഉക്രൈനിൽ മർമ്മ വളരെ വ്യാപകമായിട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം ഇതാ വളരെ നമ്മൾ ഈ ട്രോമ അഡ്രസ് ചെയ്യാൻ നമ്മുടെ ബലം ക്രിയയാണ്. നമ്മൾ പ്രാണായാമം ക്രിയയൊക്കെ പഠിപ്പിക്കും. അതിൻ്റെ കൂടെ തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് മർമ്മ. അപ്പോൾ ഗുരുജിക്ക് വലിയ വിഷനുണ്ട്. ഗുരുജി എന്നോട് കഴിഞ്ഞ വർഷത്തിൽ ലോക്ക്ഡൗണിൽ കൂടുതൽ അഡ്വാൻസ്ഡ് ലെവൽസ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഞാൻ കുറേ അഡ്വാൻസ്ഡ് ലെവൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം പഠിപ്പിക്കുകയും ചെയ്തു, ലെവൽ 2. ബാക്കി എല്ലാ അടുത്ത വർഷമൊക്കെ ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ വലിയ ഒരു വിഷനുണ്ട്. കാരണം മർമ്മയുടെ സാധ്യതകൾ ഒരുപാടാണ്. ഇപ്പം രണ്ടാമത്തെ ലെവലിൽ നമ്മൾ പ്രത്യേകം പ്രോട്ടോക്കോൾ, ഓരോ കണ്ടീഷനുള്ള പ്രോട്ടോക്കോളാണ്. ഉറക്കമില്ലാത്തവർക്കുള്ള ഒരു പ്രോട്ടോക്കോള്, വിട്ടുമാറാത്ത തലവേദന ഉള്ളവർക്ക് ഒരു പ്രോട്ടോക്കോള്, അതൊക്കെയാണ്. അപ്പോൾ സ്കോപ്പ് ഒരുപാടുണ്ട്. ഗുരുജിയുടെ ബ്ലെസ്സിങ്ങും ഉണ്ട്. അപ്പൊ ഇത് വളരെ വലുതാവും. അതും പുറത്ത് ഒരാൾക്കും ഈ സട്ടിലിറ്റി, നമ്മുടെ പ്രത്യേകത അതാണ് അല്ലെ. നമ്മള് ശരീരത്തിന് ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ യോഗിക് പ്രാക്ടീസസും സുദർശന ക്രിയയും എല്ലാം അങ്ങനെയാണ്. മർമ്മ അതുപോലെ ഒരു ശരീരത്തിന്റെ മുകളിലുള്ള ഒരു സംഭവമാണ് ആക്ച്വലി.